തിയേറ്റർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പണമില്ലാത്ത ഒരവസ്ഥ, ബാങ്ക് ലോണോ മറ്റു വായ്പകളോ കിട്ടാത്തൊരു സാഹചര്യം, എങ്ങനെയും തിയേറ്ററിന്റെ നിർമ്മാണം തീർക്കേണ്ടി വന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷന്റെ ലാഭത്തിൽ നിന്നും കിട്ടിയ പണം കൊണ്ട് തിയേറ്റർ നിർമ്മാണം പൂർത്തീകരിച്ചത്. ആ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് തിരുവിതാംകൂർ രാജാവായിരുന്നു. യെസ്, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖ തിയേറ്റർ ആയിട്ടുള്ള ന്യൂ തിയേറ്ററിനെ പറ്റിയാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ആദ്യത്തെ തിയേറ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തിയേറ്ററാണ് നമ്മുടെ ഈ ന്യൂ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോ തിയേറ്ററിന്റെ സ്ഥാപകൻ ആരാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ മുമ്പത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അത് പി സുബ്രഹ്മണ്യമാണ്. അദ്ദേഹം തന്നെയാണ് തിരുവനന്തപുരത്തെ ശ്രീകുമാർ ശ്രീ വിശാഖ് തിയേറ്ററിനെയും അതുപോലെ ശ്രീ പത്മനാഭ തിയേറ്ററിന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ഒരു 3 തിയേറ്ററും സ്ഥാപിച്ചത്. 1930കളുടെ തുടക്കത്തിലാണ് നമ്മുടെ ഈ ഒരു ന്യൂ തിയേറ്റർ സ്ഥാപിച്ചത് കേട്ടോ. അപ്പോ ഇതിന്റെ ഒരു ഹിസ്റ്ററി തേടിപ്പോയ ഒരു സമയത്ത് നമ്മൾ ശ്രീ പത്മനാഭ തിയേറ്ററിന്റെ ചരിത്രം പറഞ്ഞ സമയത്തും പറഞ്ഞൊരു കാര്യമാണ്, അതൊരു വയൽ പ്രദേശത്താണ് ആ ഒരു തിയേറ്റർ നിർമ്മിച്ചതെന്ന്. അപ്പോ നമ്മുടെ ന്യൂ തിയേറ്ററിന്റെ ഹിസ്റ്ററി നോക്കിയപ്പോഴും ഏതാണ്ട് അതുമായിട്ട് സാമ്യമുള്ള ഒരു ഹിസ്റ്ററി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോ ആ ഒരു ചരിത്രം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. ചാക്കയിൽ നിന്നും തമ്പാനൂരിലേക്ക് പുതിയ തീവണ്ടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ച ഒരു സമയം, നവീകരണത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു സ്ഥലത്ത് പുതിയ തിയേറ്റർ നിർമ്മിക്കാനായിട്ട് അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ തീരുമാനിച്ചു. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രദേശത്തെ ചതുപ്പ് നിലം നമ്മുടെ സുബ്രഹ്മണ്യത്തിന് പാട്ടത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ന്യൂ തിയേറ്റർ പണിഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ചതുപ്പ് നിലം ആയതുകൊണ്ട് തന്നെ ചാക്കയിൽ നിന്നുമായിരുന്നു ലോഡ് കണക്കിന് വെള്ളമണൽ ഈ ഒരു സ്ഥലത്ത് കൊണ്ട് നിറച്ചത്. അങ്ങനെയാണ് ആ ഒരു നിലം തിട്ടപ്പെടുത്തിയത് എന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ. അങ്ങനെ 1930കളുടെ തുടക്കത്തിലായിട്ട് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥാപിച്ചു. തുടക്ക കാലഘട്ടത്തിൽ ഒരു ടെന്റ് ടാക്കീസ് ആയിരുന്നു കേട്ടോ. ടെന്റ് അടിച്ചിട്ടുള്ളൊരു തിയേറ്റർ ആയിരുന്നു. അതിനുശേഷം ഒരു സെമി പെർമനന്റ് തിയേറ്ററിലേക്ക് മാറുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ 1-2 വട്ടമായിട്ട് തിയേറ്ററിൽ റിനോവേഷൻ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു മേജർ റിനോവേഷൻ നടന്നത്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്ക് വന്നത് 1967 കാലഘട്ടത്തിലാണ് കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു അന്ന് തിയേറ്റർ ഉണ്ടായിരുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അണ്ടറിലാണ് നമ്മുടെ ഈ ഒരു ന്യൂ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സുബ്രഹ്മണ്യത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു സിറ്റി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് ബാങ്ക് വായ്പകളോ ഒന്നും തന്നെ നമുക്ക് തിയേറ്ററിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന കാലമല്ലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. പക്ഷേ ഷോളയാർ ഡാമിന്റെ കൺസ്ട്രക്ഷന്റെ ഒരു വലിയ ഭാഗം കിട്ടിയത് ഇവരുടെ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിക്ക് തന്നെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ലാഭത്തിന്റെ വലിയ ഭാഗവും കൊണ്ട് നിർമ്മിച്ച ഒരു തിയേറ്ററും കൂടിയാണ് നമ്മുടെ ന്യൂ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ 1967 കാലഘട്ടത്തിൽ നമ്മുടെ ന്യൂ തിയേറ്ററിന്റെ ഏറ്റവും പുതിയ രൂപത്തിലുള്ള തിയേറ്റർ ഓപ്പൺ ചെയ്തു. ആരാണ് ഓപ്പൺ ചെയ്തതെന്ന് അറിയോ? അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വലിയ തിയേറ്റർ തന്നെയായിരുന്നു നമ്മുടെ ന്യൂ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതാണ്ട് 1200 മുകളിലായിട്ട് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വലിയ തിയേറ്റർ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ, പഴയ ഒരു സിനിമ, അതായത് ദ ഗുഡ് ദ ബാഡ് ആൻഡ് ദ അഗ്ലി എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലെ സ്പെഗാറ്റി വെസ്റ്റേൺ എന്ന് പറഞ്ഞ ആ ഒരു മ്യൂസിക് ആയിരുന്നു നമ്മുടെ ന്യൂ തിയേറ്ററിലെ കർട്ടൻ റേസറിന്റെ മ്യൂസിക് ആയിട്ട് ഉപയോഗിച്ചത് കേട്ടോ. അപ്പൊ അന്നൊക്കെ സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് ഒരു കട്ട നൊസ്റ്റാൾജിയ തന്നെ ആയിരിക്കും. പഴയ ഒരു വെൽവെറ്റ് കട്ടനൊക്കെ ആയിരുന്നു തിയേറ്ററിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത് കേട്ടോ. പിന്നെ ആ സമയത്ത് പ്രൊജക്ഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു 70 mm പ്രൊജക്ഷൻ ഉള്ള തിയേറ്ററും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോഫോണിന്റെ 70 mm പ്രൊജക്ടർ ആയിരുന്നു അന്ന് തിയേറ്ററിൽ ഉപയോഗിച്ചത്. 1980കളുടെ തുടക്കത്തിലാണ് പിന്നെ മാസീവായിട്ടൊരു റിനോവേഷൻ തിയേറ്ററിൽ സാധ്യമായത്. അന്ന് സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീലിംഗിന്റെ വർക്കുകളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് തിയേറ്റർ AC ആക്കി മാറ്റിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിയേറ്ററിൽ കളിച്ചത് ഹിന്ദി സിനിമകൾ മാത്രമായിരുന്നു. പിന്നെ ഒരു 2000-ഓടൊക്കെ അടുത്താണ് നമ്മുടെ മലയാള സിനിമകൾ വ്യാപകമായിട്ട് നമ്മുടെ ന്യൂ തിയേറ്ററിൽ കളിച്ചത്. പിന്നീട് ഒരുപാട് മലയാള സിനിമകൾ 100 ദിവസവും 200 ദിവസവും ഒക്കെ ഓടിയ ഒരു തിയേറ്റർ തന്നെയാണ് നമ്മുടെ ന്യൂ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വലിയ ക്രൗഡ് പുള്ളിംഗ് തിയേറ്റർ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അത് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് ഒരു വലിയ മാറ്റം സംഭവിച്ചത് 2014-ലായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ തിയേറ്റേഴ്സ് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് അല്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് പല തിയേറ്ററിന്റെ ഓണേഴ്സും എത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു സ്ക്രീനിൽ മാത്രം കളിച്ചു കഴിഞ്ഞാൽ അത് ലാഭകരമല്ല എന്നുള്ള, അതായത് മൾട്ടിപ്ലക്സിന്റെ വരവോട് കൂടിയിട്ട് 2001 സമയമൊക്കെ ആയപ്പോഴാണ് ഈ ഒരു മൾട്ടിപ്ലക്സ് ആ ഒരു സിസ്റ്റം വന്നതെങ്കിലും നമ്മുടെ കേരളത്തിലേക്ക് 2010 ശേഷമാണ് വ്യാപകമായിട്ട് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലേക്ക് ഒരു മാറ്റം സംഭവിച്ചത് കേട്ടോ. അപ്പോൾ 2014-ലാണ് നമ്മുടെ ന്യൂ തിയേറ്ററും സ്പ്ലിറ്റ് ചെയ്തിട്ട്
3 തിയേറ്ററുകളായിട്ട് മാറ്റിയത്. അവിടുത്തെ OD1 തന്നെയാണ് ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ക്രീനിന്റെ സൈസ് മാത്രമല്ല, അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റിയും വളരെ കൂടുതലാണ് നമ്മുടെ ഈ ഒരു OD1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അവിടെ മൊത്തം 449 സീറ്റാണ് വരുന്നത്. ക്രിസ്റ്റിയുടെ 4K ലേസർ പ്രൊജക്ഷൻ ആണ് ആ ഒരു തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്, OD1 ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ആണ് വരുന്നത് കേട്ടോ. പിന്നെ OD2ന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ മൊത്തം 200 സീറ്റാണ് വരുന്നത്. അവിടെ 2K പ്രൊജക്ഷൻ ആണ്, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ആണ് വരുന്നത്. ഇനി OD3യുടെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെയും 2K പ്രൊജക്ഷനും ഡോൾബി 7.1 ആണ് വരുന്നത്. 173 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ഒരു സ്ക്രീനിലും വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂ തിയേറ്ററിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിരുവനന്തപുരത്ത് തന്നെ ആദ്യത്തെ തിയേറ്ററിന്റെ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട്, അതായത് കുറെ അധികം വർഷങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഒക്കെ തുടങ്ങിയ ഒരുപാട് തിയേറ്റേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഹിസ്റ്ററി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ അടുത്ത് കിട്ടണം. അപ്പോൾ അതുവരേക്കും ബൈ.